ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നോമ്പിന് ഞങ്ങൾക്ക് ചെമ്മീൻ ബിരിയാണി വെച്ചു. പിന്നെ തണ്ണിമത്തങ്ങ മാങ്ങയൊക്കെ ഞങ്ങൾ മുന്തിരി ഓറഞ്ചൊക്കെ ഫ്രൂട്ട്സ് ശരിയാക്കി. പിന്നെ ചെറുനാരങ്ങ വെള്ളം കച്ചകച്ചിട്ടിട്ട് വെച്ചു കേട്ടോ. ഇത് കച്ചമ്പറാണ്. പിന്നെ ഞങ്ങളുടെ ഷക്കീലക്കുപ്പ ഞങ്ങൾക്ക് മണിയുടെ ബർത്ത്ഡേക്ക് ഐസ്ക്രീം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീമും കേക്കും അതൊക്കെ കൂടി ഇന്ന് വെച്ച് ഇന്നത്തെ വിശേഷം ഇതാണ് കേട്ടോ. അപ്പോൾ ഹലോ മുത്തുമണികളെ, അപ്പോൾ ഞങ്ങൾ റംസാനായിട്ട് തുണി എടുക്കാനായിട്ട്, അതായത് ഞങ്ങളെല്ലാവരും ഇന്നലെ പോയി ഞങ്ങൾക്കുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അബക്കുട്ടനും മൊയ്തീനും ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഒഴിവ് നോക്കി ഞങ്ങൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മണിക്കുട്ടനെ കൊണ്ടുപോകാൻ പറ്റാത്ത വിഷമം നല്ലോണമുണ്ട്. മണിക്കുട്ടന് സങ്കടം വരുന്നുണ്ട്. എൻ്റെ അത്ത വന്ന എന്നെ കൊണ്ടുപോകുന്നൊക്കെ ആൾ പരാതി പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ദാദിമ്മേരുടെ അടുത്ത് പോയി ടാറ്റ പറഞ്ഞ്, നമ്മുടെ പൂച്ചക്കുട്ടികളുടെ അടുത്തും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്തു. ഞങ്ങളങ്ങനെ ചാലക്കുടിക്കാണ് തുണിയെടുക്കാൻ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചാലക്കുടിയിൽ ഇതുവരെ ട്രൂമെയ്ഡും അവിടുത്തെ മാക്സും തുടങ്ങിയിട്ട് ഞങ്ങൾ പോയിരുന്നില്ല. അപ്പോൾ ഇത്തവണ പെരുന്നാളായിട്ട് ഞങ്ങളുടെ അത്ത വരുന്നില്ല. അത്തയ്ക്ക് അക്കാമ്മയുടെ ഇത് സംഭവം റെഡിയാവാത്ത കാരണം കൊണ്ട് അതിൻ്റെ ഒരു സങ്കടത്തിലാണ്. എന്നാലും നമ്മൾ ദേ മക്കളെയൊക്കെ കൊണ്ട് പോവാണ്. അങ്ങനെ ആദ്യം ദേ അബുവാണ് ട്രയൽ നടത്തിയത്, മൊയ്തീനും. അങ്ങനെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഇട്ട് നോക്കി. ഞങ്ങൾ ലാസ്റ്റ് അബുവിൻ്റെ ഡ്രസ്സ് സെലക്ഷൻ ചെയ്യാൻ അത്ത തന്നെ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾക്ക് സെലക്ഷൻ ചെയ്ത് തന്നു കേട്ടോ. നമ്മുടെ മൊയ്തീന് ആദ്യം നല്ല വണ്ണമുള്ള മോനായിരുന്നു. പിന്നെ വണ്ണം കുറഞ്ഞപ്പോൾ എന്താ പറയുക, ഒരു വളവ് പോലെ. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് നമ്മുടെ ഒരു ബ്ലാക്ക് എന്താ പറയുക സൈസ് ടീഷർട്ടും ഒരു ജീൻസും എടുത്ത് അങ്ങനെ സെറ്റാക്കി. വലിയ കുഴപ്പമില്ലാതെ തോന്നി. ഇതാണ് സെറ്റാക്കിയ ഡ്രസ്സ്. പിന്നെ നമ്മുടെ അബുവിന് ട്രൂമെയ്ഡിൽ കിട്ടാണ്ടായപ്പോൾ അപ്പുറത്തെ മാക്സിൽ പോയി. അവിടെയും പോയി ഞങ്ങൾ ഒരുപാട് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. ലാസ്റ്റ് നമ്മൾ എന്താ പറയുക, അവനിത്തിരി ഹൈറ്റ് പ്രശ്നമുള്ള കാരണം കൊണ്ട് ഓവർ സൈസൊന്നും പറ്റില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നമ്മുടെ നല്ലൊരു ഷർട്ടും ജീൻസും എടുത്ത് സെലക്ഷൻ ചെയ്ത് അത്ത പറഞ്ഞ പോലെ ഞങ്ങൾ എടുത്ത് വന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അബുവിന്. അങ്ങനെ മാക്സിനോടും നമ്മൾ ട്രൂമെയ്ഡിനോടും ടാറ്റ ബൈ ബൈ പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ പോയി നമ്മുടെ പിന്നെ മാക്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഞങ്ങളുടെ ചെച്ചയുടെ കടയിൽ പോയി. അവിടെ നിന്ന് അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ഞങ്ങളുടെ 2 ചെച്ചാന്മാരുടെ വീടുണ്ടായി, അങ്ങോട്ട് പോയി. പിന്നെ നേരെ ഞങ്ങൾ ചെന്നത് ഞങ്ങളുടെ അണ്ണൻ്റെ വീട്ടിലേക്കാണ്. ഇതാണ് ഞങ്ങളുടെ ബാബു അണ്ണൻ. അങ്ങനെ ബാബു അണ്ണൻ്റെ വീട്ടിലും കയറി. ഇത് നമ്മുടെ ആദിലിൻ്റെ കലാവിരുതുകളാണ് ഈ സംഭവങ്ങളെല്ലാം. പിന്നെ പഴയ ഓർമ്മകൾ തന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളൊന്ന് കറങ്ങിയടിച്ച് നോക്കി. പുറത്തേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ നൗഷാദ് വീട് താമസത്തിന് ഓൺലൈനിൽ മേടിച്ചതാണ്. പിന്നെ നമ്മുടെ ആദു തന്നെ സെറ്റാക്കി എടുത്ത 2 വീലറാണ്. പിന്തിരിഞ്ഞ് നിൽക്കുന്ന കുട്ടി ആദുമോനല്ല, ഈ കുട്ടിയാണ് ആദുകുട്ടൻ. ചെമ്മീൻ്റെ സംഭവങ്ങളൊക്കെ റെഡി വെച്ചിട്ടുണ്ട്.